ഹായ്. എന്താണ് യോഗയിൽ ശ്വസനത്തിന്, പ്രാണായാമത്തിന് ഇത്രയധികം പ്രാധാന്യം? കാരണം നമുക്ക് വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും 3-4 ദിവസം ജീവിക്കാം. അല്ലേ? ശ്വസിക്കാതെ എത്ര ദിവസം കഴിയും? ഒരു മൊബൈലിന് റേഞ്ച് പോലെ 24 അവർ നമുക്ക് ആവശ്യമുള്ളതാണ് ശ്വസനം എന്നുള്ളത്. അതിലൂടെ പ്രാണവായുവിനെ ഓക്സിജനെ അകത്തോട്ടെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുന്ന ഈ പ്രക്രിയ അനസ്യൂതം തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവൻ നിലനിന്ന് പോരുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ മാത്രമേ നമുക്കെന്താവും ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലത്ത് നമുക്ക് വ്യായാമമില്ലായ്മയും അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിലെ പൊല്യൂഷനും ഒക്കെ തന്നെ ഒരു പരിധിവരെ ഓക്സിജൻ കണ്ടന്റ് ബോഡിയിൽ കുറയ്ക്കാൻ കാരണമാകുന്നു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയായിട്ട് തന്നെയാണ് യോഗയിൽ വ്യായാമങ്ങളെക്കാൾ പ്രാധാന്യം കൂടുതൽ പലപ്പോഴും ശ്വസനക്രിയകൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രാണായാമത്തിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം സ്ഥിരമായിട്ടുള്ള ഈ ഒരു പരിശീലനം നമ്മളിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക പരിവർത്തനങ്ങൾ ഫലങ്ങൾ നിരവധിയാണ്. ഓക്കെ, താങ്ക് യു.